Hi friends, welcome back. ഈ ആഴ്ച ഒരുപാട് ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. Let's get started. OnePlus10Tയും IQOO9Tയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റമില്ല, രണ്ടും ഒരേ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8+Gen1 ആണ് രണ്ടുപേർക്കുള്ള ചിപ്സെറ്റ്. അതുപോലെ തന്നെ സെയിം ആയിട്ട് 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് രണ്ടിലും. പിന്നെ ബാറ്ററി കുറച്ച് വ്യത്യാസം വരുന്നത് IQOO9Tക്ക് 4700 mAh ബാറ്ററി, പക്ഷേ അതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ OnePlus10Tയിൽ 4800 mAh ബാറ്ററി, 100 mAh വ്യത്യാസമുള്ളൂ. 4800 mAh ബാറ്ററി 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. സോ അതൊരു കുറച്ച് ഡിഫറൻസ്, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. OnePlus10Tയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നത് അതിൽ 11 5G ബാൻഡ് വരെ സപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ വിലയിലെ കാര്യത്തിലും ഒരു മാറ്റമില്ല, ഒരേപോലെ തന്നെയാണ്. 8GB 128GBക്ക് രണ്ടിലും 50,000 രൂപയാണ് വില. പിന്നെ അല്ലറ ചില്ലറ വ്യത്യാസം വരുന്നത് ബാങ്ക് ഓഫേഴ്സിൽ മാത്രമാണ്. OnePlus10T ലോഞ്ച് ചെയ്തപ്പോൾ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, OnePlus10T ഓർഡർ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ഓഫറുണ്ട്. സോ എക്സ്ചേഞ്ച് ഓഫറിന് കൊടുത്തിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 1 ആണ്. അവർ എക്സ്ചേഞ്ച് ചോദിക്കും 15,500 രൂപയ്ക്ക് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാം. നത്തിങ് ഫോൺ 1. നത്തിങ് ഒരു പണിയാണ്. നത്തിങ് ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. നത്തിങ്ങിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്ററാണ് പോക്കോയുടെ F4 എന്ന് പറയുന്നത്. അതായത് ഗ്ലോബലിൽ പോക്കോയുടെ F4 ആണ് 10th റേറ്റിംഗ്. ജൂലൈയിൽ വിറ്റ് പോയിട്ടുള്ള ഫോൺസിൽ ഗ്ലോബൽ മാർക്കറ്റിങ്ങിൽ 10ാമതായിട്ടാണ് പോക്കോ F4 വരുന്നത്. സെയിം സ്പെസിഫിക്കേഷനാണ് രണ്ടിനും. സോ ദാറ്റ്സ് ഫാർ ബെറ്റർ ദാൻ നത്തിങ് ഫോൺ 1. നത്തിങ്. OnePlusൻ്റെ OxygenOS 13, അതായത് കളർ വൈസ് സെയിം സാധനം തന്നെയാണ്. OxygenOS 13 ബീറ്റ ടെസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ട്. ഇതാണ് OxygenOS 13 ഇൻ്റർഫേസ് വരുന്നത്. കൊള്ളാം, നൈസ്, സിമ്പിൾ. അതുപോലെ തന്നെ Android 13ൻ്റെ ഏർലി ആക്സസ് Realme GT2 Proകൾക്ക് വന്നിട്ടുണ്ട്. സോ Android 13ൻ്റെ ഏർലി ആക്സസ് Realme GT2 Pro ഉപയോഗിക്കുന്നവർക്ക് കൊള്ളാം. 5Gയുടെ ഓപ്ഷൻ എങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഓഗസ്റ്റ് 1-ാം തീയതി. സോ റിലയൻസ് ജിയോ ആണ് ഇന്ത്യയിലെ ട്രൂ 5G പ്രൊവൈഡേഴ്സ്. അതായത് 1.5 ലക്ഷം കോടി രൂപയാണ് ബിഡിങ് നടന്നിരിക്കുന്നത്. സോ ജിയോ തകർത്ത് വരിയിരിക്കുകയാണ്. 26 സർക്കിളും, കേരളം ഉൾപ്പെടെ 26 സർക്കിളും അവന്മാരെടുത്ത്. സോ ബിഡിങ് അവസാനിച്ചുകൊണ്ട് തന്നെ എയർടെൽ ഈ മാസം ഓഗസ്റ്റിന് തന്നെ 5G പ്രൊവൈഡ് തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. എയർടെൽ ആയിരിക്കും ആദ്യം 5G കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. സോ നോക്കിയ, സാംസങ്, എറിക്സൺ പോലുള്ള കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എയർടെൽ റെഡി ടു 5G ആണ്. പിന്നെ ഒരു റൂമറുണ്ട്, ജിയോ ഓഗസ്റ്റ് 15-ാം തീയതി തുടങ്ങുന്നു. റൂമറാണ്, വരുമ്പോൾ അറിയാം. ഇവിടുത്തെ 5Gയുടെ ബിഡിങ് കഴിഞ്ഞു, പക്ഷെ റഷ്യയിൽ അവർ 5G എടുക്കുന്നില്ലെന്ന്. റഷ്യ ലെവലിൽ 5G എടുക്കുന്നില്ല. അവർ 4G നേരെ 6Gയിലോട്ട് പോവുകയാണ്. 5G എൻ്റയർലി അവർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ ഇതുവരെ LTE ലോങ് ടേം എവല്യൂഷൻ പോലും ഇതുവരെ കവർ ചെയ്തിട്ടില്ല. റഷ്യ മുഴുവൻ കവറേജ് ആയിട്ടില്ല. അപ്പോഴാണ് അവർ 4G നേരെ 6Gയിലോട്ടാണ് ചാടുന്നതെന്ന് പറയുന്നത്. നടക്കട്ടെ. സാംസങ്ങിന് ഈ കാര്യത്തിൽ സമ്മതിച്ചേ പറ്റൂ. അവന്മാർ അത് ഓഗസ്റ്റിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി പാച്ച് ഓഗസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ S22 സീരീസിന് ഓഗസ്റ്റിലെ സെക്യൂരിറ്റി പാച്ച് അവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഷവോമിയൊക്കെ അവന്മാരെ കണ്ടുപിടിക്കും. സാംസങ്ങിന് അൺപാക്ക് ഇവൻറ്റ്, അതായത് ഫോൾഡ് 4, ഫ്ലിപ്പ് 4, അതായത് ബഡ്സ് 2 Pro, ഇതൊക്കെ അൺപാക്ക് ഇവൻറ്റിൽ ലോഞ്ച് ആവും ഓഗസ്റ്റ് 10-ാം തീയതി. കൂടുതൽ കൺട്രീസിലും, മോസ്റ്റ് ഓഫ് ഓൾ കൺട്രീസിലും Z Fold 4 256GB 512GB മോഡലിലായിരിക്കും വരുന്നത് കൂടുതൽ കൺട്രീസിൽ. അതുപോലെ തന്നെ Z Fold 4-ൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8+Gen1, എല്ലാത്തിനും 8+Gen1 മയമാണ്. പിന്നെ ഇതിൽ വരുന്നത് 4400 mAh ബാറ്ററി വിത്ത് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അരമണിക്കൂറിൽ 50% ആവുമെന്ന് പറയും. Z ഫ്ലിപ്പിൻ്റെയും Z ഫോൾഡിൻ്റെയും ബഡ്സ് 2 പ്രോയുടെയും പ്രീ ഓർഡർ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ.
10-ാം തീയതി അൺപാക്ക് ഇവൻ്റ് ഇല്ല. സോ തുടങ്ങി. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് എൻ്റെ ഇമേജൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇമേജ്. വലിയ വ്യത്യാസമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി. ഫോൾഡ് 4-ൽ കുറച്ചും കൂടി സ്ക്രീൻ സൈസ് വലുതാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ പോലെ ഉണ്ടായിരുന്നു, അത് മാറ്റി. ആപ്പിളിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ തരത്തിലായിരിക്കും എന്നൊരു റൂമറുണ്ട്. സോ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. വരുമ്പോൾ അറിയാം. iPhone 14 ഈ വർഷത്തെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ഇല്ലേ, കറക്റ്റ്. ഒരു നല്ല വലിയ ഒരു റൂമറുണ്ട്. iPhone 14 ഈ വർഷം ഇറങ്ങാൻ പോകുന്ന 14-ൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി കാണും. സാറ്റലൈറ്റ് ആയിട്ട് കോൾ ചെയ്യാൻ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ. ഇതൊരു 2 വർഷമായിട്ട് കേൾക്കുന്നതാണ്. സോ ഈ വർഷവും കാണാൻ സാധ്യത ഒന്നുമില്ല. മേ ബി അടുത്ത വർഷം, അല്ലെങ്കിൽ അടുത്ത വർഷം iPhone 15 or 16 വരുന്നത്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി വന്നാൽ ദാറ്റ്സ് എ ന്യൂ എറ. iPad 10th ജെന്നിൻ്റെ ലീക്ക് വന്നിട്ടുണ്ട്. ലീക്ക് ഇമേജ്, CAD ലീക്ക് ഇമേജ് വന്നിട്ടുണ്ട്. സോ ഇതിൽ വരുമ്പോൾ പോർട്ട് വേണേ. കുറേ കേസൊക്കെ ആയതുകൊണ്ട് അവന്മാർ മാറ്റി പിടിക്കൂ എന്ന് വിശ്വസിക്കാം. പോർട്ടൊക്കെ വരുന്നുണ്ട്. വന്നാലേ അറിയാൻ പറ്റൂ എൻ്റെ കാര്യങ്ങൾ. സോ ഹെഡ്ഫോൺ ജാക്കില്ല. സോ അതുകൊണ്ട് iPad ആണെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് എഡ്ജൊക്കെയാണ് വരുന്നത്. പിന്നെ 10.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടച്ച് ID വരുന്നുണ്ട് ഹോം സ്ക്രീൻ ബട്ടണിൽ. കൊള്ളാം. മാർവലിൻ്റെ ഫേസ് 5-ൻ്റെ എല്ലാ മൂവീസും റിവീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാർവൽ ഫിലിം ഫേസ് 5-ൽ ആദ്യത്തെ ഫിലിം വരികയാണ്. സോ August 10-ാം തീയതി ഐ ആം ഗ്രൂട്ട് വരുന്നുണ്ട്. സോ ഇതിൽ എത്ര ഡയലോഗ് വേണം? ഐ ആം ഗ്രൂട്ട്, അത് മാത്രമായിട്ട് കാണും. സോ വരുമ്പോൾ അറിയാം. ഞാനൊരു കട്ട മാർവൽ ഫാനാണ്. റിയൽമിയുടെ 9i August 18-ാം തീയതി ലോഞ്ച്. ഗൂഗിളിൻ്റെ Pixel 7-ലും 7 Proയിലും എക്സിനോസിൻ്റെ മോഡമായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. എക്സിനോസ് 5300 മോഡം. പക്ഷേ ചിപ്സെറ്റ് എല്ലാം പഴയത് തന്നെയാണ്, ടെൻസർ. ഹുവാവിയുടെ Mate 50 എന്ന് പറയുന്ന ഫോൺ സീരീസ് ഉടനെ തന്നെ റിലീസുണ്ട്. ഈ മാസമില്ല, അടുത്ത മാസം September 7-ന് റിലീസുണ്ട്. ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 778 4G എന്തിന്? പിന്നെ ഉള്ളത് ഹുവാവിയുടെ ഒരു ടാഗ് ഇറങ്ങുന്നുണ്ട്, മറ്റേ ആപ്പിളിൻ്റെ എയർ ടാഗ് പോലെ ഒരു സാധനം. അത്രയും വില വരില്ല. ഇതാണ് സാധനം. കൊള്ളാണ്. ഗ്ലോബൽ മാർക്കറ്റിങ്ങിൽ ജൂലൈയിൽ വിറ്റ് പോയിട്ടുള്ള ടോപ്പ് 10 മൊബൈൽ ഫോൺസിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇതിൽ പലതും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. കൂടുതലും സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ്. 8+ Gen 1 ഉണ്ടെങ്കിലും 8 Gen 1 ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ 8+ Gen 1-നും സ്നാപ്ഡ്രാഗൺ 8 Gen 1-നും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഉപ്പിടുന്ന പോലെ കുറച്ച് കൂടുതലിട്ടിട്ടേ ഉള്ളൂ 8+ Gen 1-ന്. സോ വലിയ വ്യത്യാസം രണ്ടും തമ്മിലില്ല. ആദ്യം വരുന്നത് റോഗ് ഫോൺ 1 ആണ്. റോഗ് ഫോൺ 1 ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, സംശയമാണ്. പിന്നെ ബ്ലാക്ക് ഷാർക്ക് ഇവിടെ ഇറങ്ങിയിട്ടില്ല. റെഡ് മാജിക്കും ഇവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് 10th വന്നിരിക്കുന്നത് പോക്കോ F4 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്തിക്കിനെ കാട്ടിയും എന്തുകൊണ്ടും നല്ല ബെറ്ററാണ് പോക്കോ F4. സെയിം സ്പെസിഫിക്കേഷനാണ് രണ്ടിനും. പിന്നെ ബാക്കിൽ അമ്പലപ്പറമ്പ് പോലെ ലൈറ്റ് കത്തൂല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പോ വാച്ച് 3 ഉടനെ തന്നെ ഉണ്ട്. സോ ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ W5 Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. വാച്ചിന് വേണ്ടി മാത്രം, ഹാർഡ് വാച്ചിന് വേണ്ടി മാത്രം. കുറവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഡിസൈൻ അല്ല, നിറം മാറി. ജസ്റ്റ് ഒന്ന് കളർ കൂട്ടി. ക്രോമിൻ്റെ നേരത്തെ മാറ്റിയതുപോലെ ജസ്റ്റ് ഒന്ന് മാറ്റി. എത്ര കോടി കൊടുത്താണ് എന്തോ. സോ ഈ ലോഗോയുടെ ഡിസൈനും പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാഡ്ജിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ട്. ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മുടെ സ്പോട്ടിഫൈയിൽ പ്ലേ ബട്ടണും ഷഫിൾ ബട്ടണും സെപ്പറേറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ only for premium users. പാട്ട് കേൾക്കുമ്പോഴേക്കും പൈസ കൊടുക്കുന്നത് വിധി. സ്കൈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കമ്പനിയുടെ CEO പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ BGMIയുടെ ബാൻ പെർമനൻ്റ് അല്ല, ഉടനെ തന്നെ BGMI തിരിച്ചു വരും എന്നാണ് പറയുന്നത്. സോ മിനിറ്റിന് ബാനാണ് ഇവിടെ. പിന്നെ ടിക്ടോക്ക് വരാൻ നിൽക്കായിരുന്നില്ലേ?
എൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് തോന്നുന്നത്. പിന്നെ വിവരം അറിയില്ല. ഒരു റൂമറാണ്. മൈക്രോസോഫ്റ്റിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വാർണർ ബ്രോസ് ഗെയിംസ് വാങ്ങിക്കാനാണെന്നാണ് പറയുന്നത്. റൂമറാണ്, വാങ്ങിച്ചാൽ അറിയും. സോ അത്ര ഈ ആഴ്ചത്തെ ന്യൂസ്. സോ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് ഷെയർ ഗൈസ്. സോ അടുത്ത വീഡിയോ കാണാം.